വിശിഷ്ട വ്യക്തിത്വങ്ങൾ ബഹുമാനപ്പെട്ട മഞ്ചേരിയുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് UA ലത്തീഫ് സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായ ഈ ചടങ്ങിൻ്റെ മുഖ്യ രക്ഷാധികാരി വല്ലാഞ്ചിറ മുഹമ്മദ് അലി, വാർഡ് കൗൺസിലർമാരായ NT സുലൈഖ, വല്ലാഞ്ചിറ ഫാത്തിമ, ജോമോൻ മാഷ്, റിയാസ് ബാബു, AEO BPC AEO സുനിത മാഡം, BPC സുധീർ ബാബു, SMC അംഗങ്ങളായ റഷീദ്, സാബു സെബാസ്റ്റ്യൻ, മുനീർ, മുജീബ്, ബൈജു മാഷ്, നല്ലവരായ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, വളരെ സന്തോഷമുള്ളൊരു ദിവസത്തിലാണ് നമ്മളെല്ലാവരും. പാലക്കുളം മംഗലശ്ശേരി GMLP സ്കൂളിൻ്റെ അഭിമാനമായിക്കൊണ്ട് ഇന്നീ 77ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ നമുക്കെല്ലാവർക്കും അറിയാം, കൊറോണയുടെ ദുരിതം കഴിഞ്ഞ് 3 വർഷത്തോളമായി, ഏകദേശം 4 വർഷത്തോളമായി നമ്മൾ ഇതുപോലൊരു പരിപാടി നടത്തിയിട്ട്. കാരണം ഇത് നടത്താനുള്ള പ്രത്യേകിച്ചൊരു കാരണം, കഴിഞ്ഞ വർഷം നമ്മൾ ഏറ്റവും ഈ സ്കൂളിൻ്റെ, ഈ നാടിൻ്റെ സമൂഹത്തെ ഒന്നടങ്കം ഉത്ബോധിപ്പിച്ചുകൊണ്ട് നമ്മൾ നാട്ടിൽ സ്കൂളിന് വേണ്ടി നടത്തുന്ന ഓണപ്പരിപാടി കഴിഞ്ഞ വർഷം നടത്തിയിട്ടില്ല. അന്ന് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ ജയദീപ് മാഷ് കൃത്യമായിട്ട് നമുക്ക് വാർഷികം ഉഷാറാക്കാം. കാരണം പ്രത്യേകിച്ച് നമ്മുടെ പാലക്കുളം മംഗലശ്ശേരി സമൂഹത്തിൽ ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കൃത്യമായിട്ട് നമ്മൾ ഈ നാടിനും നാട്ടുകാരെയും നമ്മൾ സ്കൂളിലേക്ക് അടുപ്പിക്കുന്ന ഓരോ പരിപാടികളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതി മതഭേദ ചിന്തകൾക്ക് അതീതമായി കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്കൂളിനെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ വികസന കാര്യത്തിലും മറ്റുള്ള എല്ലാ കാര്യത്തിലും ഒരു കൂട്ടായ്മയോട് കൂടി ഒരു പൊതുസമൂഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ സ്കൂളിൻ്റെ പുരോഗതി പ്രാപ്തമായി ലക്ഷ്യമാക്കി കൊണ്ടുപോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് മംഗലശ്ശേരി GMLP സ്കൂൾ അമ്പരച്ചുംബിയായി നിൽക്കുന്ന ഈ 3 നില കെട്ടിടം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരു സുപ്രഭാതത്തിലുണ്ടായതല്ല. മഞ്ചേരിയുടെ മുനിസിപ്പാലിറ്റിയുടെയും MLAയും മറ്റുള്ള എല്ലാ വികസന സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചാലോ, മുഖ്യ രക്ഷാധികാരിയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട്, അതിനോടൊപ്പം നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ, നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ജയദീപൻ മാസ്റ്റർ ചുറുചുറുക്കോടുകൂടി നമ്മുടെ സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മുടെ ഈ സ്കൂളിലെ കൂട്ടായ്മയിലൂടെ, ഈ കൂട്ടിപ്പിടുത്തത്തിലൂടെ നമ്മുടെ നാടിനെയും സ്കൂളിനെയും ഒരുമിച്ച് കൊണ്ട് ഓടി നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്ററുടെ കീഴിൽ ചിട്ടയാർന്ന പ്രവർത്തനം നമ്മുടെ SMC നടത്തിയിട്ടുണ്ട്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ സ്കൂളിന് വേണ്ടിയിട്ട് മഞ്ചേരി നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് കാണുന്ന ഈ അമ്പരച്ചുംബിയായ ബിൽഡിങ്ങും അതുപോലെ തന്നെ ചുണ്ടയിൽ ഭാഗത്ത് കാണുന്ന സ്കൂളും വളരെ കൃത്യമായിട്ട് ഒരേക്കറും 26-30 സെൻറ്റോളം ഇന്ന് മംഗലശ്ശേരി GMLP സ്കൂളിൻ്റെ കൃത്യമായിട്ട് നമ്മൾ അടിസ്ഥാനത്തിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും മംഗലശ്ശേരി GMLP സ്കൂൾ മുന്നിട്ട് നിൽക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മഞ്ചേരി സബ് ജില്ലയിൽ ഇതുപോലൊരു സ്കൂളുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ പിന്നിൽ നിൽക്കുന്ന BPCയും BIOക്കും മറുപടി പറയാൻ കഴിയും. കാരണം എൻ്റെ മുന്നിൽ നിൽക്കുന്ന മേലാക്കം സ്കൂൾ, ചുള്ളക്കാട് സ്കൂൾ, ഇങ്ങനെയൊക്കെ സ്കൂളുകളുണ്ടെങ്കിലും UP സ്കൂളാണെങ്കിലും മഞ്ചേരി സബ് ജില്ലയിൽ 570ഓളം കുട്ടികൾ പഠിക്കുന്ന പ്രീ പ്രൈമറി തലം തൊട്ട് 4ാം ക്ലാസ് വരെയുള്ള സ്കൂൾ മംഗലശ്ശേരി GMLP സ്കൂളായിരിക്കും. അതെടുത്ത് പറയാൻ കാരണം, പ്രത്യേകിച്ച് നമ്മൾ ഈ സ്കൂളിന് വേണ്ടി നാട്ടുകാർ ഒരുക്കിയിട്ടുള്ള ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ ഈ ഓണസദ്യ നടത്തുമ്പോഴും മറ്റുള്ള കലാപരിപാടികൾ നടത്തുമ്പോഴും നമ്മുടെ സ്കൂളിലേക്ക് നമ്മുടെ രക്ഷിതാക്കൾ ഈ പ്രീ പ്രൈമറി തലത്തിൽ തുടങ്ങുമ്പോൾ ചെറിയ സംവിധാനത്തിൽ തുടങ്ങി ഇന്ന് ഈ പ്രൈമറി ഇന്ന് മികച്ച മഞ്ചേരി സബ് ജില്ലയിലെ മികച്ച പ്രൈമറി സ്കൂളാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതിന് പിന്നിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് ഈ കാണുന്ന വികസന പ്രവർത്തനങ്ങൾ മഞ്ചേരി സബ് ജില്ലയിലെ മികച്ച സ്കൂളാക്കി മാറ്റുന്നതിന് നമ്മിൽ പിന്നിൽ പ്രവർത്തിച്ച കൗൺസിലർമാർ, അതുപോലെ തന്നെ നഗരസഭയും MLAയും ഒട്ടനവധി ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്തരം സാധ്യതകൾ ഉണ്ടാക്കാൻ സാധിച്ചത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കാരണം അമ്മമാർ കുട്ടികളുടെ പരിപാടി കാണുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ മുന്നിൽ. കാലങ്ങളായിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞ 4 വർഷത്തോളമായി ഇതുപോലൊരു പരിപാടി നമ്മുടെ മംഗലശ്ശേരിയിലും പാലക്കുളത്തുമായിട്ട് ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ രക്ഷിതാക്കളും കുട്ടികളും അധ്യാപികമാരും ആവശ്യപ്പെട്ടതുപോലെ സ്റ്റേജും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് നല്ലൊരു പ്രോഗ്രാം നടത്തണം. നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞു, അമ്മമാരെ വിളിച്ചപ്പോൾ കുട്ടികൾക്ക് ഡാൻസ് പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരണമെന്ന് പറഞ്ഞു. എല്ലാം ഒരു കൂട്ടായ്മയിൽ, ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ട് മംഗലശ്ശേരി GMLP സ്കൂളിൻ്റെ ഒരു പുതിയ നാമ്പുകളെ സൃഷ്ടിക്കുന്നതിന് വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റം നമ്മൾ ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. ഒട്ടനവധി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പരമായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് ഡോക്ടർമാരും എഞ്ചിനീയർമാർക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചു. ഇംഗ്ലീഷ് മീഡിയം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച്
സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ പ്രദേശത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ നിർണായക പങ്ക് വഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ, ഈ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്ര ഡോക്ടർമാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്, എഞ്ചിനീയർമാരായി മാറിക്കൊണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റം വരുത്താൻ മംഗലശ്ശേരിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മുടെ രക്ഷിതാക്കൾ തന്നെയാണ്. നമ്മുടെ വിദ്യാർത്ഥികളെ മുന്നിലൊരുക്കുന്നതിനും നമ്മുടെ പിന്നിൽ നിൽക്കുന്നതിനും നമ്മുടെ രക്ഷിതാക്കളും ഈ PTA കമ്മിറ്റിയും, അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഈ എഫേർട്ട് എടുക്കുന്നതിന് പിന്നിൽ നമ്മുടെ മംഗലശ്ശേരി GMLP സ്കൂളിൻ്റെ ടീച്ചർമാരും അധ്യാപകന്മാരും തന്നെയാണ്. എന്തിനും ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ട് ഒരു വീട്ടിലംഗങ്ങളെപ്പോലെ വളരെ കൃത്യമായിട്ട് കുട്ടികളെ പരിപാലിച്ചുകൊണ്ട്, അമ്മമാരുടെ സ്നേഹം പറ്റിക്കൊണ്ട് ഈ സ്കൂളിലെ ടീച്ചർമാർ, ഈ സ്കൂളിലെ അധ്യാപകന്മാർ, അതേ ഏറ്റവും എടുത്തു പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട HM ജയദീപൻ മാസ്റ്റർ, എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് സ്കൂളിൻ്റെ പുരോഗതിക്ക്, വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളെ പഠന നിലവാരത്തിൽ ഉയർത്തുന്നതിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ടീം തന്നെ ഉണ്ട് ഇവിടെ. അധ്യാപകരും PTAയും അതുപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹമുള്ള രക്ഷിതാക്കളും. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഈ ചടങ്ങിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA, കാരണം MLAക്ക് ഒരുപാട് പരിപാടികളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്ത് പരിപാടി പറഞ്ഞാലും മംഗലശ്ശേരി GMLP സ്കൂൾ അല്ലെങ്കിൽ മംഗലശ്ശേരി ഒരു പരിപാടി പറഞ്ഞാൽ ഏത് തിരക്കിനിടയിലും അത് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട MLA ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവർ, അതുപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങിന് മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള വല്ലാഞ്ചിറ മുഹമ്മദ് അലി, നമുക്ക് എല്ലാവർക്കും അറിയും നാടിൻ്റെ വികസന നായകൻ. ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി എന്നും മുന്നിൽ നിൽക്കുന്ന ഈ പ്രദേശത്തെന്നും നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വല്ലാഞ്ചിറ മുഹമ്മദ് അലിയെ ആദരവും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വാർഡ് കൗൺസിലർമാരായ ഈ വാർഡിൻ്റെ കൗൺസിലർ NT സുലൈഖ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വല്ലാഞ്ചിറ ഫാത്തിമ, റിയാസ് ബാബു, AE സുനിത മേഡം, ജോമോൻ, തൃക്കലങ്ങോട് പഞ്ചായത്ത് മെമ്പർ. നമ്മുടെ ഈ സ്കൂളിൽ പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത് ഒരു കുട്ടി, നമ്മൾ സാബു സെബാസ്റ്റ്യൻ മാത്രമുള്ള ഒരു PTA കൂമാങ്കുളത്തെ ഒരു കുട്ടി മാത്രമായിരുന്നെങ്കിൽ ഇന്ന് നൂറുകണക്കിന് കുട്ടികൾ നമ്മുടെ സ്കൂളിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളും മറ്റുള്ള ആളുകളെ സാഹചര്യം ഒരുക്കി തന്നുണ്ട്. ജോമോൻ മാഷ് അതിന് ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട BPC, നമ്മുടെ സ്കൂളിൽ ഏത് പരിപാടിക്കും സ്കൂളിൻ്റെ കാര്യത്തിന് എന്നും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ BPC, SMC അംഗങ്ങളായിട്ടുള്ള റഷീദ്, സാബു, മുജീബ്, നമ്മുടെ പ്രിയപ്പെട്ട ഇവിടെ HM ആയിരുന്ന റിട്ടയർഡായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബൈജു മാസ്റ്റർ, അതുപോലെ തന്നെ SMC അംഗങ്ങളുമായ അൻസാർ, മുനീർ, സ്റ്റാഫ് സെക്രട്ടറി മൊയ്തീൻ മാസ്റ്റർ, എല്ലാ ആളുകളെയും കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ മുഖ്യ കർമ്മിയായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ ജയദീപൻ മാസ്റ്ററെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി വാർഡ് കൗൺസിലർ NT സുലൈഖയെ ആദരവ് ക്ഷണിച്ചോളും. വാർഡ് കൗൺസിലർ